ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു മരം വെട്ടിയെ കൊടുന്ന് നിയോഗിച്ചു. കാട്ടിലെ മരങ്ങൾ വെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു. ആയിരക്കണക്കിന് മരങ്ങൾ വെട്ടാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ മരം വെട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. 100 മരങ്ങളോളം വെട്ടി വീഴ്ത്തി. രണ്ടാമത്തെ ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോൾ മരം വെട്ടലിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു മരമൊക്കെ വെട്ടുന്നുള്ളൂ. അപ്പോൾ ഈ രാജാവിന് ഇയാൾ പിന്നെ മടിയനായോ എന്നൊരു സംശയം. നോക്കുമ്പോൾ നിരീക്ഷണം നടത്തിയപ്പോൾ അല്ല, ഇയാൾ പഴയതിനേക്കാളും കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഒരു മരം മുറിക്കുന്നുള്ളൂ. എന്താ കാര്യം എന്നറിയോ? പുള്ളി മൂർച്ച കൂട്ടാറില്ല. ഇത് മാത്രമാണ് റീസൺ. തൻ്റെ കയ്യിലുള്ള സാധനത്തിൽ കുറച്ച് പണിയെടുക്കാനുണ്ട്. മഴുവിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പണിയാണത്. അത് ചെയ്താൽ മാത്രമേ കാട്ടിൽ പോയിട്ട് ചെയ്യേണ്ട പണിയിൽ പെർഫോം ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള മഴു നമ്മുടെ മനസ്സാണ്. നമ്മുടെ പണിയായുധം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മുടെ മനസ്സാണ്. അതിനെ മൂർച്ച കൂട്ടൽ നമ്മൾ പെർഫെക്റ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് മറ്റു പണികളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ നമ്മൾ ഡീൽ ചെയ്യാത്ത ഇരുന്നാൽ നമുക്ക് എല്ലാ പണികളും കഷ്ടപ്പാടായി മാറും.